ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറി ജെല്ലിയാണ്. അതൊരു സാധാരണ രീതിയിൽ അല്ല ഉണ്ടാക്കുന്നത്. ഇത് ഫ്രഷ് സ്ട്രോബെറീസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതൊരു ട്രയലാണ്. വേറെ നെറ്റിലൊന്നും അത് കണ്ടിട്ടില്ല. അതിനായിട്ട് ആദ്യം തന്നെ ഫ്രഷ് സ്ട്രോബെറീസ് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. ഷുഗർ പൗഡറാക്കി മിക്സിയിൽ ഷുഗർ പൗഡറാക്കി എടുത്ത് വയ്ക്കുക. അഗർ അല്ലെങ്കിൽ ചൈന ഗ്രാസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1:1:1 ആണ്. അതായത് ഇവിടെ ഇപ്പോൾ കിട്ടിയേക്കുന്നത് സ്ട്രോബെറി ജ്യൂസ് 1/2 കപ്പ്. അപ്പോൾ പഞ്ചസാര പൊടിച്ചതും 1/2 കപ്പ് വേണം. സോക്ക് ചെയ്ത അഗറും 1/2 കപ്പ് വേണം. ഇനി 1 കപ്പ് വെള്ളത്തിലേക്ക് സോക്ക് ചെയ്ത് അഗർ ഇട്ട് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. അത് അഗർ മൊത്തം അതിൻ്റെ അകത്ത് ഡിസോൾവ് ആകുന്നവരെ ഏകദേശം ബോയിൽ ചെയ്തെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ചൊക്കെ അരിച്ചെടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് പഞ്ചസാര എടുത്ത് വെച്ചേക്കുന്നത് 1/2 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചേക്കുന്നത് ആഡ് ചെയ്യാം. എന്നിട്ട് അതൊക്കെ ഡിസോൾവ് ആയതിന് ശേഷം നമുക്ക് 1/2 കപ്പ് സ്ട്രോബെറി ജ്യൂസ് ആഡ് ചെയ്യാം. ഇനി ഒരു 30 സെക്കൻഡ്സ് ബോയിൽ ചെയ്യുക. അതിന് ശേഷം നമുക്ക് അത് പകർത്തി വയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്ന ഒരു മൗണ്ടെയിൻ പോലെയുള്ളൊരു മോൾഡാണ്. അപ്പോൾ നമുക്ക് ഇത് ഒഴിക്കുമ്പോൾ തന്നെ ഒന്ന് അരിച്ച് ഒഴിക്കാം, അല്ലെങ്കിൽ ആ ജെല്ലിയുടെ ആ ഒരു സ്ട്രക്ചർ പ്രോപ്പറായിട്ട് കിട്ടില്ല. പിന്നെ ബാക്കി വന്നത് സാധാരണ ഒരു സിലിണ്ട്രിക്കൽ ഗ്ലാസ്സിലേക്കും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. ഇനി നല്ലോണം ചൂടാറിയതിന് ശേഷം ഒരു 1 to 2 hours റെഫ്രിജറേറ്റ് ചെയ്യുക. അപ്പോൾ ഫൈനലി നമ്മുടെ സ്ട്രോബെറി ജെല്ലി മൗണ്ടെയിൻ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടെ ശ്രമിച്ചായിരുന്നെങ്കിൽ ഒന്ന് വോൾക്കാനോ ആക്കാമായിരുന്നത്. അപ്പോൾ ഇതൊട്ടും ഹാർഡല്ല, അത് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ജാമിൻ്റെ ഒരു നിയർ ബൈ സ്ട്രക്ചറിലേക്കാണ് സംഭവം വന്നേക്കുന്നത്. എന്നാൽ ജെല്ലി പോലെ തന്നെ നമ്മൾ തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനങ്ങും. എങ്കിൽ പിന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് നല്ല സ്ട്രോബെറി സിറപ്പിൻ്റെ ടേസ്റ്റാണ് ഉള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു ജാം സ്ട്രക്ചറാണ് ഈ പറഞ്ഞ പോലെ തന്നെ. സംഭവം സ്ട്രോബെറി ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ട്രീറ്റാണ്, നല്ല രസമാണ്. മോസ്റ്റ്ലി ഇതൊരു ജാം സ്ട്രക്ചറിലേക്ക് വരാനുള്ള മെയിൻ കാരണം ചിലപ്പോൾ ആ ഒരു 1 കപ്പ് വെള്ളം യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. ഒരു 3/4 കപ്പാണ് എടുത്തുള്ളൂ എങ്കിൽ ചിലപ്പോൾ ഇത് കുറച്ചും കൂടെ കൺസിസ്റ്റൻസിയിൽ എത്തിയേനെ എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ വെള്ളം ഒന്ന് കുറച്ച് ബോയിൽ ചെയ്ത് വറ്റിച്ചാണെങ്കിലും ചിലപ്പോൾ പ്രോബബ്ലി അത് നല്ല ഒരു ടെക്സ്ചറിൽ വന്നേനെ, കുറച്ചും കൂടി ഒന്ന് റിജിഡായിട്ട് വന്നേനെ. എന്നാലും ഇത് അത്യാവശ്യം ഒരു ജെല്ലി സ്ട്രക്ചർ തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ കഴിക്കാനും നല്ല രസമുണ്ട്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഇടുക.